പ്രേംലാലെ, കഴിഞ്ഞയാഴ്ച ബി.ജെ.പിയുടെ പ്രകടന പത്രികയിൽ ഒരു വാഗ്ദാനം ഉണ്ടായിരുന്നു. 2036 ഒളിമ്പിക്സിൽ ഇന്ത്യ വേദിയാവുകയാണെങ്കിൽ തിരുവനന്തപുരത്തും ഒളിമ്പിക്സിലെ മത്സരങ്ങൾ നടത്തുമെന്ന് ബി.ജെ.പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരൻ പറഞ്ഞിരുന്നു. ഇന്ത്യയിലെ ഒളിമ്പിക്സ് മത്സരങ്ങൾ നടത്താൻ സാധ്യതയുണ്ടോ? ഇന്ത്യ അതിനുള്ള ഏതെങ്കിലും തരത്തിലുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങിയോ? ഇന്ത്യ അതിന് സജ്ജമാണോ? തുഫയിലെ മുമ്പ് ലോക്സഭ ഇലക്ഷൻ നടന്ന സമയത്ത് കൊച്ചി മെട്രോ തൃശ്ശൂർ വരെ കൊണ്ടുപോകും എന്നൊക്കെ പ്രഖ്യാപനം വന്നല്ലോ. ഏതാണ്ട് അതേ ഓളത്തിൽ അതേ താളത്തിൽ കേൾക്കാൻ സുഖമുള്ള ഒരു വാർത്തയാണിത്. പക്ഷെ ഇന്ത്യ ഈ അഹമ്മദാബാദിൽ വെച്ച് 2036 ഒളിമ്പിക്സ് നടത്താനായിട്ടുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളത് വാസ്തവമാണ്. അത് എത്രത്തോളം അത് സാധ്യമാകും എന്നുള്ളത് നമുക്കറിയില്ല. ഏതായാലും ഇന്ത്യ അതിനുവേണ്ടി ശ്രമിക്കുന്നുണ്ട്. അഹമ്മദാബാദിൽ വെച്ച് തന്നെയായിരിക്കും അങ്ങനെ ഒരു അനുമതി കിട്ടുകയാണെങ്കിൽ അഹമ്മദാബാദ് ആയിരിക്കും ആ മത്സര വേദിയാവുക എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പൊ അതിന് കൃത്യമായ കാരണവുമുണ്ട്, അത് നമുക്ക് പിന്നാലെ പറയാം. പക്ഷെ അഹമ്മദാബാദിൽ ഒളിമ്പിക്സ് മത്സരങ്ങൾ നടക്കുകയാണെങ്കിൽ കേരളത്തിൽ, പ്രത്യേകിച്ച് തിരുവനന്തപുരത്ത് അതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും മത്സരങ്ങൾ നടക്കാനുള്ള സാധ്യത താരതമ്യേന കുറവായിരിക്കും എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം അഹമ്മദാബാദിൽ ആ മത്സരങ്ങൾ നടക്കുകയാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള സമീപ നഗരങ്ങളിലായിരിക്കും അതുമായി ബന്ധപ്പെട്ടുള്ള മറ്റു മത്സരങ്ങളൊക്കെ നടക്കുക. കാരണം ഈ ഒഫീഷ്യലുകൾക്കും അതിൽ പങ്കെടുക്കുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും വന്നു പോകാനുള്ള സൗകര്യവും മറ്റു കാര്യങ്ങളൊക്കെ പരിഗണിക്കണം. കൂടാതെ ഒരു ഒളിമ്പിക്സ് മത്സരം സംഘടിപ്പിക്കാൻ തക്ക ഒരു വേദി തിരുവനന്തപുരത്ത് ഉണ്ടോ എന്നുള്ള കാര്യവട്ടം സ്റ്റേഡിയം ഉണ്ടാകാം, ചന്ദ്രശേഖർ നായർ സ്റ്റേഡിയം ഉണ്ടാകാം. പക്ഷെ അതൊരു ഒളിമ്പിക്സ് പോലെയുള്ള ഒരു അന്താരാഷ്ട്ര മത്സരത്തിന് പറ്റിയ വേദികളാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല എന്ന് തന്നെ പറയണം. പക്ഷെ സാധ്യതയുണ്ട്. 2036 വരെ സമയമുണ്ട്. കോടിക്കണക്കിന് രൂപ മുതൽ മുടക്ക് ഇറക്കാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും തിരുവനന്തപുരത്തിനും അവകാശവാദം ഉന്നയിക്കാവുന്ന ഒരു സംഗതി തന്നെയാണ്. അപ്പൊ ഇനി ഇന്ത്യ എന്താണ് ഈ 2036 ഒളിമ്പിക്സ് അഹമ്മദാബാദിൽ നടത്താൻ ഉദ്ദേശിക്കുന്നത്? അതിന്റെ പിന്നിലുള്ള കാരണം വളരെ വ്യക്തമാണ്. കാരണം ഇന്ത്യ സാമ്പത്തികമായിട്ടും സൈനികമായിട്ടും രാഷ്ട്രീയമായിട്ടും ലോകരാജ്യങ്ങൾക്കിടയിൽ ഇന്ന് ഒരു മത്സര ശക്തിയാണ് തീർച്ചയായിട്ടും. അപ്പോ ഒരു ഒളിമ്പിക്സ് എന്ന് പറയുന്നത് ലോക ശ്രദ്ധയെ ആകർഷിക്കുന്ന ഒരു മത്സര ഇനമാണ്, അല്ലെങ്കിൽ ഒരു മത്സര മേളയാണ്. അപ്പൊ അതിന്റെ സംഘാടനത്തിലേക്ക് ഇന്ത്യ മാറുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോക ശ്രദ്ധയുടെ നെറുകയിലേക്ക് രാജ്യം എത്തും. അപ്പൊ അതിന് എത്ര കോടി രൂപ ചെലവഴിച്ചാലും സാരമില്ല. അത് മൂലമുണ്ടാകുന്ന മറ്റ് സാമ്പത്തിക നേട്ടങ്ങളും രാഷ്ട്രീയമായിട്ടും അന്താരാഷ്ട്ര തലത്തിൽ സ്വീകാര്യതയും മാത്രമാണ് നമ്മുടെ രാജ്യം അതുമായി ബന്ധപ്പെട്ട് ലക്ഷ്യമിടുന്നത് എന്നുള്ളത് മനസ്സിലാക്കണം. പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ച് ഈ 2036 ഒളിമ്പിക്സിന് വേദിയാകുക അത്ര സുഖകരമായ സാഹചര്യമല്ല. കാരണം പല രാജ്യങ്ങളും ഇതേ ആവശ്യവും ഉന്നയിച്ചുകൊണ്ട് ഒളിമ്പിക്സ് കമ്മിറ്റിക്ക് മുമ്പിൽ അവരുടെ അവകാശവാദം, അതായത് താല്പര്യ പത്രം ഇതിനോടകം തന്നെ സമർപ്പിച്ചിട്ടുണ്ട്. ജർമ്മനി, സൗദി, ഖത്തർ, ഇസ്താംബുൾ, ഹംഗറി എന്നീ രാജ്യങ്ങൾക്കൊപ്പമാണ് ഇന്ത്യയും ഞങ്ങൾക്ക് ഈ മത്സരം സംഘടിപ്പിക്കാനുള്ള അനുമതി നൽകണമെന്ന് ആവശ്യപ്പെട്ട് ഒളിമ്പിക്സ് കമ്മിറ്റിക്ക് കത്ത് നൽകിയിരിക്കുന്നത്. ഏതായാലും ഇത് സംബന്ധിച്ച് ഒരു നറുക്കെടുപ്പ് അടക്കമുള്ള കാര്യങ്ങൾ തീരുമാനിക്കും. അതിനു മുമ്പും അതിനുശേഷവും ഒളിമ്പിക്സ് കമ്മിറ്റിയുടെ വിദഗ്ധ സമിതി നമ്മുടെ മത്സര വേദികൾ അടക്കം സന്ദർശിച്ച് എല്ലാം മാനദണ്ഡങ്ങളെല്ലാം റെഡിയാണ് എന്നുള്ളത് മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പൊ അങ്ങനെ കുറെ സാങ്കേതിക ഘടകങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ട് എന്നുകൂടി മനസ്സിലാക്കണം. ഇപ്പൊ നിലവിൽ 2028 ലോസ് ആഞ്ചലസിലാണ് ഒരു മത്സരവേദി നിശ്ചയിച്ചിട്ടുള്ളത്. 2032 ബ്രിസ്ബെയിനിലും ഒളിമ്പിക്സ് നടക്കും. അപ്പൊ അതിനുശേഷം 2036 നടക്കുന്ന ഒളിമ്പിക്സിനെ കുറിച്ച് മാത്രമാണ് നമുക്ക് ആശങ്കയുള്ളത്. ഒരു പക്ഷേ നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ അഹമ്മദാബാദിൽ മത്സരങ്ങൾ നടക്കും എന്ന് തന്നെയാണ് പറയാനുള്ളത്. ഏതായാലും ഒളിമ്പിക്സ് ലക്ഷ്യമിട്ടുകൊണ്ട് 2030 കോമൺവെൽത്ത് ഗെയിംസ് അത് ഇന്ത്യയിൽ നടത്താനായിട്ടുള്ള ശ്രമം അത് ഇന്ത്യയിൽ തന്നെ നടക്കും എന്നുള്ള കാര്യവും ഉറപ്പാണ്. 2030 അഹമ്മദാബാദ് തന്നെയായിരിക്കും ഈ മത്സരവേദി. അപ്പൊ കോമൺവെൽത്ത് ഗെയിംസിന് നമ്മൾ തയ്യാറാക്കുന്ന മത്സരവേദികൾ തീർച്ചയായിട്ടും നമുക്ക് ഒളിമ്പിക്സിലേക്ക് പരിവർത്തനപ്പെടുത്തിയെടുക്കാൻ കുറഞ്ഞ അധ്വാനമേ വേണ്ടി വരുള്ളൂ, കുറഞ്ഞ സാമ്പത്തിക ചെലവേ വേണ്ടി വരുള്ളൂ എന്നുള്ളത് കൊണ്ട് തന്നെയാണ് നമ്മൾ ഒളിമ്പിക്സിന്റെ സാധ്യതകൾ കൂടി തേടുന്നത്. ഇപ്പൊ നിലവിൽ ഈ കോമൺവെൽത്ത് ഗെയിംസ് ആണ് നമ്മുടെ മുമ്പിലുള്ള ആദ്യ പ്രയോറിറ്റി. പക്ഷേ ഈ കോമൺവെൽത്ത് ഗെയിംസ് എന്ന് പറയുന്നത് ഈ ബ്രിട്ടീഷ് ഭരണകൂടങ്ങൾ ഉണ്ടായിരുന്ന അവരുടെ കോളനികൾ പിന്നീട് സ്വതന്ത്രമായപ്പോൾ അവരെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് നടത്തപ്പെട്ട കായിക ഇനമാണ് ഈ കോമൺവെൽത്ത് ഗെയിംസ്. പക്ഷെ ഇപ്പോ ഈ കോമൺവെൽത്ത് ഗെയിംസിന്റെ സ്വീകാര്യതയും പ്രചാരവും ഒക്കെ ഏതാണ്ട് നഷ്ടപ്പെട്ട അവസ്ഥയിലാണ്. ഇതിന്റെ സംഘാടനത്തിന് പോലും ഓരോ രാജ്യങ്ങൾ മടിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ട്. പറയുകയാണെങ്കിൽ 2022 ഡെർബനിലായിരുന്നു നടക്കേണ്ടിയിരുന്നത്. എന്നാൽ അവർ പിൻവാങ്ങിയിട്ട് ബെർമിംഗ്ഹാം, സൗത്ത് ആഫ്രിക്കയിലെ ഡെർബനിൽ നടക്കേണ്ട മത്സരങ്ങൾ പിന്നീട്
UK പോയി. 2026 ഓസ്ട്രേലിയയിലെ വിക്ടോറിയയിലായിരുന്നു നടക്കേണ്ടത്. അത് പിന്നീട് സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്ഗോവിൽ നടന്നു. 2030 ഓസ്ട്രേലിയ തന്നെ ആൽബർട്ടയിൽ നടക്കേണ്ട മത്സരങ്ങളാണ് അഹമ്മദാബാദ് ഏറ്റെടുക്കാൻ പോകുന്നത്. അപ്പൊ ഇവിടെ നമ്മളെ സംബന്ധിച്ച് 2010 നമ്മൾ കോമൺവെൽത്ത് ഗെയിംസിന് വേദിയായതാണ്. പക്ഷെ കൊടിയ അഴിമതി ആരോപണങ്ങൾ നേരിട്ട ഒരു മത്സരമായിരുന്നു. രാജ്യത്തിന് തന്നെ വലിയ നാണക്കേടാണ് ആ മത്സരങ്ങൾ സമ്മാനിച്ചത് എന്നുള്ളത് ഓർക്കണം. അതിനുശേഷം ഇന്നോളം ഈ കോമൺവെൽത്ത് ഗെയിംസിന്റെ സംഘാടനവുമായി ബന്ധപ്പെട്ട് ഇന്ത്യ ഒരു തണുപ്പും മട്ടാണ് സ്വീകരിച്ചിരുന്നത്. ഇന്ത്യ വലിയ താല്പര്യമൊന്നും കാണിച്ചിരുന്നില്ല. പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ 2019 ഹരീന്ദർ ബത്ര എന്ന് പറയുന്ന ഈ ഒളിമ്പിക്സ് അസോസിയേഷന്റെ നേതാവ് അദ്ദേഹം പറഞ്ഞത് ഈ മത്സരങ്ങളുടെ പ്രസക്തി തന്നെ നഷ്ടപ്പെട്ടു. അതുകൊണ്ട് തന്നെ ഇന്ത്യ ഈ കോമൺവെൽത്ത് ഗെയിംസ് അതുമായി ബന്ധപ്പെട്ടുള്ള സംഘാടനത്തിൽ നിന്ന് പിൻവാങ്ങണം എന്നുള്ളൊരു നിലപാടാണ് എടുത്തിരുന്നത്. ഏതായാലും നമ്മൾ ഒളിമ്പിക്സുമായി ബന്ധപ്പെട്ട് നമ്മൾ 2036 വേദിയാകാനായിട്ടുള്ള ഒരു ശ്രമം നടത്തി നോക്കുകയാണ്. കാരണം ഈ കായിക രംഗത്ത് ഇന്ത്യ സമീപകാലത്ത് നേടിയ നേട്ടങ്ങൾ തന്നെയാണ് ഇത്തരം ഒരു സാധ്യത ഇന്ത്യക്ക് മുമ്പിൽ തുറന്നു നൽകുന്നത്. പ്രത്യേകിച്ചും നമ്മൾ ജാവലിൻ താരം നീരജ് ചോപ്ര അദ്ദേഹം തന്നെയായിരിക്കും ഇന്ത്യയുടെ ഒരു മുഖമുദ്രയായിട്ട് അറിയപ്പെടുക. കാരണം ഒളിമ്പിക്സ് മത്സര വേദിയിൽ ഒരു വ്യക്തിഗത സ്വർണ്ണ മെഡൽ ഇന്ത്യക്കായിട്ട് ആദ്യം നേടിയ താരമാണ് നീരജ് ചോപ്ര. പിന്നെ ബാഡ്മിന്റണിൽ പറയുകയാണെങ്കിൽ നമ്മുടെ PV സിന്ധു അവർ തുടർച്ചയായി ഒളിമ്പിക്സിൽ മെഡൽ നേടിയ താരമാണ്. പിന്നെ വെയിറ്റ് ലിഫ്റ്റിംഗ് ആണ് ഇന്ത്യയുടെ ഒരു പ്രധാന ശ്രദ്ധ ആകർഷിക്കുന്നത്. കർണം മല്ലേശ്വരി തുടങ്ങി വെച്ച ഒരു പാരമ്പര്യം തുടർന്നും ഇങ്ങോട്ടും പല താരങ്ങളും വെയിറ്റ് ലിഫ്റ്റിംഗ് വേദിയിൽ ഇന്ത്യക്ക് വേണ്ടി മെഡൽ നേടിയിട്ടുണ്ട്. ബോക്സിംഗില് ഇന്ത്യക്ക് വലിയ സാധ്യതയുണ്ട്. ടീം ഇനങ്ങളിൽ ഇന്ത്യക്ക് വലിയ ഹോക്കി ഇന്ത്യയുടെ ഒരു പ്രധാന മത്സര ഇനമാണ്. പക്ഷെ ഹോക്കിയിലും കബഡി പോലെയുള്ള അതൊക്കെ ഇപ്പോ നമ്മുടെ ഒളിമ്പിക്സ് മത്സര ക്രമത്തിൽ ഇല്ലാത്ത ഒരു സംഗതിയാണ്. അപ്പൊ ഇതേപോലുള്ള ടീം ഇനങ്ങളിൽ പങ്കെടുക്കാൻ അല്ലെങ്കിൽ അതിൽ മുന്നേറാൻ സാധിച്ചാൽ ഇന്ത്യക്ക് തീർച്ചയായിട്ടും വലിയ വലിയ മെഡൽ സാധ്യതകളുണ്ട്. പക്ഷെ നിലവിൽ ഈ കോമൺവെൽത്ത് ഗെയിംസിനെ കുറിച്ചാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. അതിനെ സംബന്ധിച്ച് ഇന്ത്യക്ക് വലിയ ഒരു നിരാശ കൂടിയുണ്ട്. കാരണം ഈ വരാൻ പോകുന്ന കോമൺവെൽത്ത് ഗെയിംസിൽ വെറും 10 മത്സര ഇനങ്ങൾ മാത്രമാണ് സംഘടിപ്പിച്ചിരിക്കുന്നത്. ഈ ഗ്ലാസ്ഗോയിലെ 2026 ആ മത്സരങ്ങൾ നടക്കുക. പക്ഷെ അതില് ഇന്ത്യക്ക് ഒരുപാട് സാധ്യതകളുള്ള ബാഡ്മിന്റൺ, ഹോക്കി, ഷൂട്ടിംഗ്, ക്രിക്കറ്റ് ഈ മത്സര ഇനങ്ങളൊക്കെ പൂർണ്ണമായി ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പോൾ ഒരു ചടങ്ങിന് വേണ്ടി മാത്രം സംഘടിപ്പിക്കുന്ന ഒരു ഈവന്റ് ആയിട്ടാണ് ഈ കോമൺവെൽത്ത് ഗെയിംസിനെ വിലയിരുത്തേണ്ടത്. പക്ഷേ ഇന്ത്യ 2030 കോമൺവെൽത്ത് ഗെയിംസ് നടത്താനായിട്ടുള്ള സന്നദ്ധത ഉറപ്പായിട്ട് അത് ഇന്ത്യയിൽ തന്നെ നടക്കുമെന്നുള്ള ഉറപ്പാണ്. അത് ഈ ഒളിമ്പിക്സ് നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു മുന്നൊരുക്കങ്ങളുടെ ഭാഗമായിട്ട് വേണം കരുതാൻ. ഒരു പക്ഷേ ഭാഗ്യം നമുക്ക് അനുകൂലമാണെങ്കിൽ നമ്മുടെ രാഷ്ട്രീയ അന്താരാഷ്ട്ര തലത്തിൽ നമ്മൾ ചെലുത്തുന്ന സമ്മർദ്ദവും നമ്മുടെ സ്വീകാര്യതയും വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ഒരു പക്ഷേ 2036 ഒളിമ്പിക്സ് മത്സരങ്ങൾക്ക് ഇന്ത്യ വേദിയാകും. അങ്ങനെ വേദിയായാൽ വെറും ഒരു അഭിമാന പ്രശ്നം എന്നതിനുപരി രാജ്യത്തിന് വലിയ രീതിയിലുള്ള ഒരു വികസന കുതിപ്പ് അത് സൃഷ്ടിക്കും എന്നുള്ളത് മനസ്സിലാക്കണം. കാരണം കോടിക്കണക്കിന് രൂപയുടെ നിക്ഷേപം ഇതുമായി ബന്ധപ്പെട്ട് വേണ്ടി വരും. അന്താരാഷ്ട്ര നിലവാരമുള്ള മത്സര വേദികൾ സൃഷ്ടിക്കേണ്ടി വരും. ഇത് തമ്മിലുള്ള കണക്ടിവിറ്റി ഉറപ്പുവരുത്താൻ റോഡ്, റെയിൽ, വിമാന മാർഗങ്ങളൊക്കെ കുറെ കൂടി പരിഷ്കരിക്കേണ്ടി വരും. ഇതുമായി ബന്ധപ്പെട്ട് നിരവധി വിദേശ പ്രതിനിധികൾ അടക്കമുള്ളവർ ഇന്ത്യയിലേക്ക് വരും. അങ്ങനെ സാംസ്കാരികമായി വിനോദസഞ്ചാരപരമായി നമുക്ക് വളരെയേറെ മുന്നേറാൻ പറ്റും. ഏറ്റവും അധികം പറയേണ്ടത് ഈ ഒളിമ്പിക്സ് പോലെ ഒരു മത്സരം നമ്മുടെ രാജ്യത്ത് നടക്കുകയാണെങ്കിൽ അത് വരും തലമുറയെയും നിലവിലുള്ള കായിക താരങ്ങളെയും വരും തലമുറയിലെ കായിക താരങ്ങൾക്കും വലിയൊരു പ്രചോദനമാകും എന്നുള്ളത് തന്നെയാണ്. കാരണം ഇത്ര വലിയൊരു മത്സരവേദി ഇന്ത്യയിൽ നടക്കുന്നു. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് തങ്ങൾക്കും കൂടുതൽ സാധ്യതകൾ ഉണ്ട് എന്ന തിരിച്ചറിവിൽ വലിയ വലിയ നേട്ടങ്ങളിലേക്ക് രാജ്യത്തെ നയിക്കാൻ അത് സഹായിക്കും. ഏതായാലും 2036 വരെ കാത്തിരിക്കേണ്ടി വരും. അങ്ങനെ അഹമ്മദാബാദിൽ ആ മത്സരം നടക്കുകയാണെങ്കിൽ മലയാളികൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ തിരുവനന്തപുരത്ത് മത്സരം നടക്കട്ടെ. BJP ഏതായാലും രാജീവ് ചന്ദ്രശേഖരനെ പോലെ ഒരു സമുന്നതനായ നേതാവ് തിരുവനന്തപുരത്തിന് വേണ്ടി അത്തരത്തിലൊരു വാഗ്ദാനം നടത്തുമ്പോൾ ഒരു പക്ഷേ നമുക്ക് അത് ലഭ്യമായേക്കുമെന്ന് തന്നെ തൽക്കാലം വിശ്വസിക്കാം.